ഹബീബായ മുത്ത് റസൂലുള്ളാഹിന്റെ അവിടുത്തെ മദ്ഹ് കീർത്തനങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ മദ്ഹ് ഇവിടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് മാത്രം പണ്ട് മുതൽ തന്നെ ഹബീബായ മുത്ത് റസൂലുള്ളാഹിനെ എതിർക്കുന്നവരും അവരുടെ ചിത്ത പറയുന്നവരും എത്തിയിരിക്കുമ്പോൾ അതിനൊക്കെയും നിർമൂലനം ചെയ്യാൻ ഒരു കൂട്ടം ജനങ്ങളെ അള്ളാഹു ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നു. അക്കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെ പെടുത്തുമാറാകട്ടെ. മുത്ത് റസൂലുള്ളാഹിനെ ഒരുപാട് കാലം മദ്ഹ് പറയാൻ ഞങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ മുത്ത് റസൂലുള്ളാഹിനെ ഒരുപാട് പേർ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് അവിടുത്തെ മദ്ഹ് കീർത്തനങ്ങളെ പാടിയും പറഞ്ഞും ജീവിതം ലയിപ്പിച്ച ആ മാർഗത്തിൽ ജീവിതം ലയിപ്പിച്ചവരുണ്ട്. നമുക്കറിയാം മഹാനായ സുബൈർ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഒരുപാട് മഹാരഥന്മാർ ഹബീബായ മുത്ത് റസൂലുള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ ധാരാളം മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു വഅഹ്സനു മിൻക ലം തറകതു ഐനി വഅജ്മലു മിൻക ലം തജിദ് നിസാ. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് ഇങ്ങനെ പാടി പറയുകയാണ്, വഅഹ്സനു മിൻക ലം തറകതു ഐനി. എന്ത് ഭംഗിയാണ് അവിടുത്തെ മുഖത്തെ ആ ഭംഗിയെ പോലെയുള്ള മുഖം ഏത് കണ്ണാണ് ലോകത്ത് നോക്കിയിരിക്കുന്നത്. വഅജ്മലു മിൻക ലം തജിദ് നിസാ. അങ്ങയുടെ ശരീരം പോലെ മറ്റൊരു ശരീരത്തെ ലോകത്ത് ഏത് പെണ്ണാണ് ജന്മം നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ഹബീബായ തങ്ങളെ കുറിച്ച് മദ്ഹ് പറയുകയാണ്. ഞാൻ ഈ സമയത്ത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഹബീബായ മുത്ത് റസൂലുള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ ധാരാളം പേര് ഹബീബായ തങ്ങളെ മദ്ഹുകൾ പാടി പറഞ്ഞവരുണ്ട്, അവിടെ നിന്ന് എഴുതിയവരുണ്ട്, കാവ്യങ്ങൾ രചിച്ചവരുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഒരുപാട് കാലം ഹബീബായ തങ്ങളെ മദ്ഹ് കീർത്തനങ്ങൾ പറയുവാനും കേൾക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ചുരുക്കുകയാണ്, എന്റെ സമയം അനുവദിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മഹത്തായ സ്ഥാപനം, ഈ സ്ഥാപനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തൈബ മദീന എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനം ഇത് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മദീനയുടെ പേരിട്ടിരിക്കുന്ന സ്ഥാപനമാണ്. എന്തുകൊണ്ട് ഹബീബായ തങ്ങളോട് അങ്ങേറ്റം ബന്ധമുള്ള, അങ്ങേറ്റം കണക്റ്റഡ് ഉള്ള ഒരു സ്ഥാപനമാണ് എന്ന് നമുക്കാർക്കും സംശയമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്ഥാപനത്തെ ചേർത്ത് പിടിക്കുന്നവരാണ് നിങ്ങൾ. ഞാൻ ഈ ബോർഡ് തന്നെ വായിക്കുമ്പോൾ എനിക്ക് കണ്ടത് ഹരേക്കള പരിസരവാസികൾ എന്നാണ് എനിക്കിത് വായിക്കാൻ കഴിഞ്ഞത്. ഹരേക്കള പരിസര മഹല്ലാകളെ സഹകരണദൊന്നികൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ നല്ലവരായ മുഅ്മിനീങ്ങൾ, ഈ പരിസരത്തിന്റെ ഒരുപാട് അയൽവാസികളായ മുഅ്മിനീങ്ങൾ ഈ സ്ഥാപനത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ സ്ഥാപനത്തിൽ വന്നപ്പോ ഉസ്താദിനോട് ചോദിച്ചു ഇവിടുത്തെ ഭക്ഷണത്തിന്റെ കഥ എന്താണെന്ന്. അന്നേരം ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്താദ് ഇവിടെ ക്യാൻറ്റീൻ ഇല്ല, ഇവിടെ ഞങ്ങൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നില്ല, ഇവിടെ ഒരു ഷെഫും നമ്മുടെ അരികിലില്ല ഉസ്താദ്. മറിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഈ നാട്ടിലെ പരിസരവാസികളായ ഇവിടുത്തെ നല്ലവരായ ഉമ്മമാരാണ്, അതിനുവേണ്ടി സഹായിക്കുന്ന വാപ്പമാരാണ്. അവരുടെ സഹകരണങ്ങളെ കൊണ്ട് മാത്രമാണ് ഉസ്താദ് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, ഞാൻ കേട്ടപ്പോൾ സന്തോഷിതനായി. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സ്ഥാപനത്തിലും ഇങ്ങനെയൊരു സെറ്റപ്പ് നമ്മൾ കണ്ടിട്ടില്ല. 7 വർഷവും 15 വർഷക്കാലം സ്ഥാപനത്തിൽ ഇരുന്നിട്ട് പഠിച്ചവരാണ് ഞങ്ങൾ. പക്ഷേ സ്ഥാപനത്തിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ദർസിൽ ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷേ സ്ഥാപനത്തിൽ ഇങ്ങനെയുള്ള സെറ്റപ്പ് ഇല്ല. അൽഹംദുലില്ലാ, ഈ നാട്ടിലെ മുഅ്മിനീങ്ങൾ, നല്ലവരിൽ നല്ലവരായ ഉമ്മമാർ, വാപ്പമാർ, നിങ്ങൾ ചേർത്ത് പിടിച്ചത് കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതുപോലെ, ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ ലാ തകുൻ ഖമിസ. ഒന്നിരിക്കൽ നിങ്ങൾ ആലിമാവുക, അല്ലെങ്കിൽ ഔ മുതഅല്ലിമൻ നിങ്ങൾ മുതഅല്ലിമാവുക, ഇൽമു പഠിക്കുന്നവനാവുക. അതല്ല എങ്കിൽ ഔ മുസ്തമിഅൻ നിങ്ങൾ ഇൽമു കേൾക്കുന്നവനാവുക. ഇനി നിങ്ങൾക്ക് അതിനെ പറ്റുന്നില്ലേ, ഔ മുഹിബ്ബൻ നിങ്ങൾ ഇൽമിനെ സ്നേഹിക്കുന്നവരാവുക, ഇഷ്ടപ്പെടുന്നവരാവുക, ഇൽമിന്റെ സ്ഥാപനങ്ങളെ, ഇൽമിന്റെ കേന്ദ്രത്തെ സഹായിക്കുന്നവരാവുക, അവിടുത്തെ ഉസ്താദന്മാരെ ആദരിക്കുന്നവരാവുക, അവിടുത്തെ മുതഅല്ലിമീങ്ങളെ ബഹുമാനിക്കുന്നവരാവുക, അവിടെ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടതൊക്കെയും ചെയ്തു കൊടുക്കുന്നവരാവുക. ഔ മുഹിബ്ബൻ എന്ന് പറഞ്ഞതിന് ശേഷം ഹബീബായ തങ്ങൾ പറയുന്നു, ലാ തകുൻ ഖാമിസ, നിങ്ങൾ എന്താകരുത്, അഞ്ചാമത്തെ ഒരാളായിട്ട് മാറരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് ആലിമാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, ഞങ്ങൾക്ക് മുതഅല്ലിമാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, ഞങ്ങൾക്ക് ഇൽമ കേൾക്കാൻ സമയമില്ലെങ്കിലും, ഔ മുഹിബ്ബൻ ഞങ്ങൾ ഇൽമിന്റെ അയൽവാസി, ഇൽമിന്റെ അഹ്ലുകാരെ സ്നേഹിക്കുന്നവരും അവരെ ബഹുമാനിക്കുന്നവരും അവർക്ക് വേണ്ടതൊക്കെയും ചെയ്തു കൊടുക്കുന്നവരാവുക. ഈ നാട്ടിലെ നല്ലവരായ പരിസരവാസികളൊക്കെയും അത് ചെയ്യുന്നവരാണ് എന്നുള്ളതിൽ നമുക്കാർക്കും സംശയമില്ല. ഉസ്താദിന്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഈ സ്ഥാപനത്തിന്റെ വളർച്ചയും ഉയർച്ചയും, ഈ ദീനിന്റെ കേന്ദ്രത്തിന്റെ വളർച്ചയും ഉയർച്ചയും അത് മാത്രമാണ്. നിങ്ങളെ പോലെയുള്ള മുഅ്മിനീങ്ങളെ സഹായ സഹകരണം നൽകിയത് കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, നിങ്ങൾക്ക് ഒരുപാട്
അനുഭവങ്ങൾ ഉണ്ടാകാം, വേദനകളും യാതനകളും നൊമ്പരങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകാം. അതിനൊക്കെയും പരിഹാരമാണ് ഈ സ്ഥാപനത്തിൽ സഹായിക്കുന്ന തുച്ഛമായ നിങ്ങളുടെ സംഭാവനകളാണെങ്കിലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരിക്കലും അതിനെ മടക്കിക്കളയില്ല. കാരണം ഇത് ഹബീബായ തങ്ങളുടെ ആ മദീനയുടെ പേര് വെച്ചിട്ടുള്ള മഹത്തായ സ്ഥാപനമാണ്. ഖിയാമത്ത് നാൾ വരെ ഈ നാട്ടിൽ ദീന് പ്രചരിക്കാൻ ഈ സ്ഥാപനത്തിന് ഒരുപാട് കാലം ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ചുരുക്കുകയാണ്. ഉസ്താദിനോട് ഞാൻ മറ്റൊരു വിഷയം കൂടി ചോദിച്ചു, ഉസ്താദെ തങ്ങളുടെ ഭക്ഷണം എന്താണ് എന്ന്. ഉസ്താദെ എല്ലാ വെള്ളിയാഴ്ചയും എനിക്ക് ഭക്ഷണം തരുന്ന ഒരു വീടുണ്ട്, അത് ഏത് വീടാണെന്ന് എനിക്കറിയില്ല. അൽഹംദുലില്ലാഹ് ആ വീട്ടുകാർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇങ്ങനെ ഉസ്താദന്മാരെ സ്നേഹിക്കുന്ന, മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്ന, അവരെ ചേർത്ത് പിടിക്കുന്ന ആളുകളായിട്ട് ഞങ്ങൾ മാറുക. നമുക്കതിന് അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.